So welcome back again. നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. നമുക്കൊരു 10 ക്വസ്റ്റ്യൻസ് ഈ ഒരു സെഷനിൽ സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ നമ്പർ 41. The energy stored in a 0.2 microfarad capacitor when connected across a 100 watt single phase AC is. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഫോർമുലാസ് ഒക്കെ ഓർത്ത് വെക്കാറുണ്ട്. സോ ഇവിടെ we have to find the energy stored in a കപ്പാസിറ്റീവ് സർക്യൂട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയാണ്. ഇൻഡക്ടർ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി ആ രൂപത്തിലാണ് നമ്മൾ പറയാറുള്ളത്. സോ ഇവിടെ വി ഹാവ് ടു ഫൈൻഡ് ദി എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റീവ് സർക്യൂട്ട് അല്ലേ. സോ വാട്ട് ഈസ് ദി ഇക്വേഷൻ ഫോർ ദി എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് CV² എന്നുള്ളതാണ്. സോ ഇവിടെ കപ്പാസിറ്റൻസ് വാല്യൂ തന്നിട്ടുണ്ട് 0.2 മൈക്രോഫാരഡ് ആണ്. വി ഹാവ് C is equal to 0.2 microfarad and the voltage is 100 volt. So V is equal to 100 volt. So direct equation like നമ്മൾ put ചെയ്യുന്നു. So E is equal to half into 0.2 into microfarad എന്ന് പറയുമ്പോൾ 10 raised to minus 6 that into V square that is 100 square. So which is equal to ഇവിടെ 2 cancel ചെയ്യുമ്പോൾ 10 raised to minus 1 ഉണ്ട് അല്ലേ. 10 raised to minus 1 into 10 raised to minus 6 ഉണ്ട് into 10 raised to 100 square എന്ന് പറയുമ്പോൾ 4 ഉണ്ട്. സോ ഇഫക്റ്റീവ്ലി -1 -6 4. അപ്പോൾ എത്രയായിരിക്കും ആൻസർ വരിക? 10 raised to -6 -1 -7 അല്ലേ. സോ -7 plus 4 that is equal to -3. അത്രയും എനർജി ആണല്ലോ അല്ലേ. 10 raised to -3 ജൂൾസ് ആണ്, ജൂൾസ്. സോ 10 raised to -3 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.001 ജൂൾസ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ വാട്ട് ഈസ് ദി ആൻസർ? ഓപ്ഷൻ സിയിലാണ് നമുക്ക് റൈറ്റ് ആൻസർ വരുന്നത്, 0.001 ജൂൾസ്. അടുത്തതും ഡയറക്റ്റ് ചോദ്യമാണ്. ദ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഓഫ് 2 കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്. സോ കപ്പാസിറ്റൻസ് ഇൻ സീരീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ ഡയറക്റ്റ് അറിയാം. ദ ആൻസർ ഈസ് C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഓർത്ത് വെക്കേണ്ടത് റെസിസ്റ്റർ ഇൻ സീരീസ് ആണെങ്കിൽ R1ഉം R2ഉം തമ്മിൽ എന്ത് ചെയ്യും? ആഡ് ചെയ്യും അല്ലേ. R1 പ്ലസ് R2 ആണ് വരിക. കപ്പാസിറ്റേഴ്സ് ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ അതെന്താണ് വരിക? ഇഫ് ഈസ് C1 ആൻഡ് C2 വി ഹാവ് ആൻ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. പാരലാണെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേസ് ആയിരിക്കും, നമുക്കറിയാവുന്നതാണ്. ആക്ച്വലി എങ്ങനെയാണ് ഈ ഒരു C1 C2 ഡിവൈഡ് ബൈ C1 പ്ലസ് C2 വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ആദ്യം ഈ C1 C2 എന്ന് പറയുന്ന രണ്ട് കപ്പാസിറ്റൻസ് ഈ വോൾട്ടേജ് അക്രോസ് ആയിട്ട് ഞാൻ കണക്ട് ചെയ്തു, C1 ആൻഡ് C2. സോ ഇതിന് ഇഫക്റ്റീവായിട്ടുള്ള മറ്റൊരു കപ്പാസിറ്ററാണ് അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് വാല്യൂ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് ഉള്ളത്. ഓക്കെ, നമുക്കറിയാം സീരീസിൽ ഈ വോൾട്ടേജ് എന്താ ചെയ്യുന്നത്? വോൾട്ടേജ് ഡിവൈഡ് ചെയ്യപ്പെടും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ ഈ കപ്പാസിറ്ററിന് എന്തുണ്ട്? ഒരു XC ഉണ്ട്, ദാറ്റ് ഈസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഉണ്ട് അല്ലെ. കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC2 ഉണ്ട്. ആക്ച്വലി ഇമ്പിഡൻസ് ആണെങ്കിലും റെസിസ്റ്റൻസ് ആണെങ്കിലും റിയാക്റ്റൻസ് ആണെങ്കിലും ഒക്കെ സീരീസ് സർക്യൂട്ടിൽ ആഡ് ചെയ്യപ്പെടും, ശരിയാണല്ലോ, ആഡ് ചെയ്യപ്പെടും. സോ ഈ സീരീസ് സർക്യൂട്ടിൽ XC എന്ന് പറയുന്നത് XC1 പ്ലസ് XC2 ആയിരിക്കും. ഓക്കെ ആണല്ലോ. എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ കപ്പാസിറ്റർ C എന്ന് പറയുന്നത്. സോ ഇത് കാരണമായിട്ട് അവിടെ ഒരു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC ഉണ്ടാവും. വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ കൊടുക്കുന്നത്. നമ്മുടെ വോൾട്ടേജ് കറണ്ട് ആ റേഞ്ചിലേക്കൊന്നും പോകുന്നില്ല. ആ ഒരു റിയാക്റ്റൻസ് വെച്ചുകൊണ്ട് മാത്രം ഞാനിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ ആണല്ലോ. സോ XC ഈസ് ഈക്വൽ ടു XC1 പ്ലസ് XC2. സോ ഈ ആക്ച്വലി XC എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുമ്പോൾ 1 അല്ലേ ഒമേഗ ഇൻറ്റു C ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. XL ഈസ് ഈക്വൽ ടു L ഒമേഗ ആണെങ്കിൽ XC ഈസ് ഈക്വൽ ടു 1/C ഒമേഗ ആയിരിക്കും. ദീസ് ആർ ദ 2 ബേസിക് ഇക്വേഷൻസ്. സോ ഇവിടെ 1/ഒമേഗ ഇൻറ്റു C എന്നെടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/ഒമേഗ ഇൻറ്റു C1 പ്ലസ് 1/ഒമേഗ ഇൻറ്റു C2. സോ ഒമേഗ 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 ക്യാൻസൽസ്. ദെൻ വി വിൽ ഹാവ് 1/C equal to 1/C1 plus 1/C2. സോ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് C1 പ്ലസ് C2 ഡിവൈഡഡ് ബൈ C1 C2 ആണ്. ദാറ്റ് ഈസ് 1/C ആണ് കേട്ടോ. സോ അതിൻ്റെ നേരെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഹാവ് ദി ഫൈനൽ ആൻസർ ആസ് 1/C, sorry, it is C equal to
C1 C2 divided by C1 plus C2. That's all about this question. അടുത്ത ചോദ്യം ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ ഓഫ് എ സിംഗിൾ ഫേസ് 50 ഹെർട്സ് സിനുസോയിഡൽ വോൾട്ടേജ് ഈസ്. നമുക്കറിയാം ഒരു സിംഗിൾ ഫേസ് എ സി സപ്ലൈ ആണെങ്കിൽ നമുക്കതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ നൊട്ടേഷൻസ് ഉണ്ട്. മാക്സിമം വാല്യൂ ഉണ്ട്, RMS വാല്യൂ ഉണ്ട്, അല്ലെ ആവറേജ് വാല്യൂ ഉണ്ട്. ഇതിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റാനിയസ് ആയിട്ടുള്ള റിലേഷൻ നമ്മൾ എങ്ങനെ എഴുതാറുള്ളത്? സാധാരണ V is equal to VM sin omega t എന്നാണ് നമ്മൾ സാധാരണ എഴുതാറുള്ളത്. ഓക്കെ ആണല്ലോ. വി ഹാവ് ടു ഫൈൻഡ് ദി ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ. എന്താണ് ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ അല്ലെങ്കിൽ പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ ഓർ ഇറ്റ് ഈസ് കോൾഡ് പീക്ക് ഫാക്ടർ, അല്ലെ പീക്ക് ഫാക്ടർ എന്ന് നമ്മൾ അതിനെ പറയാറുണ്ട്. പീക്ക് ഫാക്ടർ ഈസ് ഈക്വൽ ടു മാക്സിമം പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ ആണ്. പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഒരു വോൾട്ടേജിന് നമുക്ക് പീക്ക് വാല്യൂ VM ഉണ്ട്, നമ്മുടെ RMS വാല്യൂ VRMS എന്ന് പറയുന്നത് VM ഡിവൈഡഡ് ബൈ √2 ആണ്. നമ്മൾ കഴിഞ്ഞ സെഷൻസിലൊക്കെ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. VM ഡിവൈഡഡ് ബൈ √2. സോ ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ വിച്ച് ഈസ് ഈക്വൽ ടു പീക്ക് വാല്യൂ ഈസ് VM ഡിവൈഡഡ് ബൈ RMS വാല്യൂ ഈസ് VM ഡിവൈഡഡ് ബൈ √2. ദാറ്റ് ഈസ് ഈക്വൽ ടു √2. √2ൻ്റെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈസ് 1.414 എന്നുള്ളതാണ്. സോ ആ ഡെഫിനിഷൻ മാത്രമാണ് ഓർത്ത് വെക്കേണ്ടത്. വാല്യൂ കൂടി ഓർത്ത് വെച്ചാൽ വളരെ നല്ലതായിരിക്കും, നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ ഓഫ് എ സൈൻ വേവ് ഈസ് നത്തിങ് ബട്ട് 1.414. അടുത്തായിട്ട് നമുക്കൊരു കാൽക്കുലേഷൻ വരുന്ന ഒരു കുഞ്ഞു പ്രോബ്ലമാണ്. ദ കറണ്ട് ഡ്രോൺ ബൈ എ 100 watts 250 വോൾട്ടേജ് ഫിലമെൻറ്റ് ലാമ്പ് വെൻ കണക്റ്റഡ് 240 volt 50 ഹെർട്സ് സപ്ലൈ ഈസ്. അപ്പോൾ ശ്രദ്ധിക്കാം, മാറിപ്പോരുത്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റിംഗ് എന്ന് പറയുന്നത് 250 volt 100 watts ആണ്. ബട്ട് നമ്മളിത് വർക്ക് ചെയ്യുന്നത് 240 volt 50 ഹെർട്സ് സപ്ലൈയിലാണ് കേട്ടോ. 240 volt ആണ് നമ്മുടെ സപ്ലൈ. സോ നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് ദി കറണ്ട് ഡ്രോൺ ബൈ ദി സർക്യൂട്ട്. സോ കറണ്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ഒന്നുമില്ല. കറണ്ട് I is equal to V divided by R എന്നുള്ളതാണ്, അല്ലേ, V by R. സോ ഇവിടെ V എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ്. ദാറ്റ് ഈസ് 240 volt ആയിരിക്കും. ഈ R എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആയിരിക്കും. ആ ഫിലമെൻറ്റ് ബൾബിന് നമുക്കൊരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് കാണും. തന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് പവർ ആൻഡ് അതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് ആണ്, സ്റ്റാൻഡേർഡ് വോൾട്ടേജ്. സോ ഈ വാല്യൂവിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. നമുക്കറിയാം പവർ റേറ്റിംഗ് P is equal to V² divided by R ആണ്, അല്ലേ, അറിയാവുന്ന ഇക്വേഷൻ ആണ്. ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് R is equal to V² divided by P കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് 250² divided by the power is 100. ദാറ്റ് ഈസ് ദി റെസിസ്റ്റൻസ് വാല്യൂ. ദെൻ നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് തന്നെ തിരിച്ചു വരുവാണെങ്കിൽ ഇതിൽ നമുക്ക് വോൾട്ടേജ് 240 ഉണ്ട്. സോ ദ കറണ്ട് ഡ്രോൺ ബൈ ദ ഫിലമെൻറ്റ് ഈസ് 240 divided by റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് 250² divided by 100. സോ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ റേറ്റിങ്ങിൽ നിന്നാണ് റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് കണ്ടുപിടിക്കേണ്ടതിൻ്റെ വർക്കിംഗ് കണ്ടീഷനിൽ നിന്നാണ്. അതായത് 240 volt സപ്ലൈ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ദാറ്റ്സ് ഓൾ. So that is equal to 240 into 100 divided by 250² വരും, അല്ലേ. സോ 250 into 250 ഇത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ 0 ക്യാൻസൽസ് ആണ്, 0 ക്യാൻസൽസ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഇത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. ഓൾമോസ്റ്റ് ഏകദേശം വാല്യൂ 0. something ആണ് വരുന്നതെന്ന് തോന്നുന്നില്ല. 240 divided by 625 അങ്ങനെയാണ് വരുന്നത്. ഓഫ് കോഴ്സ് ഇത് ലെസ് ദാൻ 1 ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇത് AC അല്ലെങ്കിൽ Dയിലേക്ക് നമുക്ക് എത്തണം. സോ 0.417 ഉണ്ട്, 0.4 ഉണ്ട്, 0.384 ഉണ്ട്. സോ കംപ്ലീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് എങ്ങനെയാണ് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുക നോക്കാം. 10 5 2 times 25 5 times. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? 2 into ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ. 2 into 24 എന്ന് പറയുമ്പോൾ ഫർദർ നമുക്ക് ക്യാൻസൽ ചെയ്യാനൊന്നും കാണുന്നില്ല. സോ നമുക്ക് 48 divided by 5 into 25 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 125. സോ ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യണം. റെഡ്യൂസ് ചെയ്യുമ്പോൾ 0. എത്ര വരിക? നമുക്ക് ഇവിടെ ഒരു 0 ഇട്ട് കഴിഞ്ഞാൽ 3 വരുമോ അല്ലെങ്കിൽ 4 വരുമോ? അതാണല്ലോ ഇപ്പോൾ ഈ ഓപ്ഷൻസിൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ഉള്ളത്, അല്ലേ. സോ 4 times വരുമോ നമുക്ക് നോക്കാം. 125 into 4 എന്ന് പറയുമ്പോൾ 125 into 4 എന്ന് പറയുമ്പോൾ അത് 500 ആയി പോകുന്നുണ്ട്.
ഒരിക്കലും 4 വരില്ല, നമുക്ക് 3 ടൈംസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ 0.3 സംതിങ് ആണ് ആൻസർ വരുന്നത്. സോ കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് 0.384 ആയിരിക്കും ആൻസർ എന്നുള്ളത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. സോ അടുത്തത് 1 കിലോ വാട്ട് അവർ ഈസ് ഈക്വലൻറ്റ് ടു. നമുക്കറിയാം കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് എനർജിയുടെ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ആണ് അല്ലേ. എനർജിയുടെ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ആണ് കിലോ വാട്ട് ഹവർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വലൻറ്റ് ടു, അത് കിലോ കലോറിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ആൻസർ 860 കിലോ കലോറീസ് ആണ് വരുന്നത്. സോ ഓർത്ത് വെക്കുക, 1 കിലോ വാട്ട് ഹവർ ഈസ് ഈക്വൽ ടു 860 കിലോ കലോറീസ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇൻ എ പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ദ മാക്സിമം വാല്യൂ ഓഫ് ഇൻസ്റ്റൻറ്റാനിയസ് പവർ വിൽ ബി. സോ പവർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻസ്റ്റൻറ്റാനിയസ് പവറിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ് എന്നുള്ളതാണ്. സോ നമുക്കൊരു പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഉണ്ട്. നമുക്കറിയാം പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ അവിടെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് കറണ്ട് വോൾട്ടേജിന് 90 ഡിഗ്രി എക്സാക്റ്റ് ലാഗിങ് ആയിരിക്കും അല്ലേ. സോ കറണ്ട് ഈസ് ലാഗിങ് ബിഹൈൻഡ് ദി വോൾട്ടേജ് ബൈ എ 90 ഡിഗ്രി ആണല്ലോ. സോ നമുക്കതിൻ്റെ ഇക്വേഷൻ, ഇൻസ്റ്റൻറ്റാനിയസ് ഇക്വേഷൻ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം വി ഈസ് ഈക്വൽ ടു വി എം ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. അതുപോലെ ഐയുടെ ഇക്വേഷൻ, കറണ്ടിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് ഐ എം ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് 90 ഡിഗ്രി എന്ന് എഴുതാം. നമ്മൾ വോൾട്ടേജാണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. സോ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യണം, പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കണം, ഇൻസ്റ്റൻറ്റാനിയസ് പവർ. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് ഇൻസ്റ്റൻറ്റാനിയസ് വോൾട്ടേജ് ആണ്, ഇവിടെ കൊടുത്തിരിക്കുന്ന കറണ്ട് ഇൻസ്റ്റൻറ്റാനിയസ് കറണ്ടാണ്. സോ വി ക്യാൻ ഫൈൻഡ് ദി ഇൻസ്റ്റൻറ്റാനിയസ് പവർ. സോ ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ആയിരിക്കും അല്ലെ. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ഇൻറ്റു ഐ എം സൈൻ ഒമേഗ ടി മൈനസ് ഇറ്റ് ഈസ് 90 ഡിഗ്രി. സോ വി എം ഐ എം എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം വാല്യൂസ് ആണ്. സോ ദിസ് ഈസ് ക്യാപിറ്റൽ വി എം ആൻഡ് ദിസ് ഈസ് ക്യാപിറ്റൽ ഐ എം. സോ അതിനെ നമ്മൾ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ വി എം ഐ എം സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് 90 ഡിഗ്രി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വി എം ഐ എം ഇൻറ്റു സൈൻ ഒമേഗ ടി, സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് 90 എന്ന് പറയുമ്പോൾ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് കോസ് ഒമേഗ ടി അല്ലേ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കോസ് ഒമേഗ ടി ആയിരിക്കും. സോ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ നോക്കുമ്പോൾ സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ ടി നമുക്ക് രണ്ട് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആയിട്ട് എഴുതാൻ പറ്റില്ല, ഒരു സിംഗിൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷനായിട്ട് എഴുതേണ്ടതുണ്ട്. സോ ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, 1/2 ഇൻറ്റു സൈൻ 2 തീറ്റ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അല്ലേ. വി ഹാവ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ വി ഹാവ് 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ 2 തീറ്റയാണ്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടും സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു സൈൻ 2 തീറ്റ നമുക്ക് കിട്ടും. സോ നേരത്തെ നമുക്ക് ഇവിടെ ഒരു സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ ടി വരുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മാറ്റി എഴുതാം. സോ ഇൻസ്റ്റൻറ്റാനിയസ് പവർ പി ഈസ് ഈക്വൽ ടു വി എം ഇൻറ്റു ഐ എം ഇൻറ്റു ഒരു 1/2 അവിടെ വരില്ല, ഇൻറ്റു 1/2 ഇൻറ്റു സൈൻ ഓഫ് 2 ഒമേഗ ടി എന്ന് നമുക്ക് അവിടെ വരും. അവിടെ ഫ്രീക്വൻസി ഡബിൾ ആവുന്നുണ്ട്. ഇൻഡക്ടറിൻ്റെ കേസിൽ, പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെ കേസിൽ നമ്മൾ പവർ കണ്ടുപിടിക്കുമ്പോൾ വോൾട്ടേജിൻ്റെ ഇക്വേഷനിൽ സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് 90 ആയിരുന്നു കറണ്ട് വരുന്നത്, വോൾട്ടേജ് വരുന്നത് സൈൻ ഒമേഗ ടി ആയിരുന്നു. സോ അവിടുത്തെ ഫ്രീക്വൻസി എത്ര വരിക, ഫ്രീക്വൻസി റേഡിയൻ പെർ സെക്കൻഡിലാണ് പറയുന്നതെങ്കിൽ ഫ്രീക്വൻസി വരുന്നത് ഒമേഗയാണ്. ഇവിടത്തേക്ക് വരുമ്പോഴത്തേക്ക് പവറിൽ അത് 2 ഒമേഗ വരുന്നുണ്ട്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സോ പവറിൻ്റെ ഫ്രീക്വൻസി എഫ് എന്നുള്ളത് എന്തായി മാറുന്നുണ്ട്, 2f അല്ലെങ്കിൽ ഒമേഗ എന്നുള്ളത് 2 ഒമേഗയായിട്ട് മാറുന്നുണ്ട്. സോ കറണ്ടിൻ്റെയും വോൾട്ടേജിനും ഫ്രീക്വൻസിയുടെ ഡബിൾ ഫ്രീക്വൻസി ആയിരിക്കും പവറിൻ്റെ ഫ്രീക്വൻസി ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സോ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് വാട്ട് ഈസ് ദി ക്വസ്റ്റ്യൻ അതായിരുന്നു, വാട്ട് ഈസ് ദി മാക്സിമം വാല്യൂ ഓഫ് ഇൻസ്റ്റൻറ്റാനിയസ് പവർ. സോ നോക്കൂ, ഈ ഒരു ഇക്വേഷനിൽ നമ്മുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് വി എം ഐ എം ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ 2 ഒമേഗ ടി ആണ് ഇക്വേഷൻ വരുന്നത് അല്ലേ. സോ ഇവിടെ നമുക്ക് വരുന്ന ഇൻസ്റ്റൻറ്റാനിയസ് വാല്യൂയുടെ മാക്സിമം എന്ന് പറയുന്നത് വി എം ഐ എം ഡിവൈഡഡ് ബൈ 2 ആണ്.
സോ നമ്മുടെ ഓപ്ഷനിൽ ഏതാ കറക്റ്റ് വരിക? Vm/Im/2. സോ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇൻ 3-phase ഡെൽറ്റ കണക്ഷൻ. ഇതൊക്കെ ഡയറക്റ്റ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. നമുക്കറിയാം ഡെൽറ്റ കണക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ വോൾട്ടേജസ് ആർ സെയിം അല്ലേ. സോ VL = VP, അതായത് ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ഈക്വൽ ആയിരിക്കും. സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും ഈക്വൽ ആയിരിക്കും. സോ സംശയമൊന്നുമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് നമുക്ക് പറയാം. അടുത്ത ചോദ്യം വരുന്നത്, പവർ ഫാക്ടർ അറ്റ് റെസൊണൻസ് ഇൻ RLC പാരലൽ സർക്യൂട്ട് ഈസ്. നമുക്കറിയാം RLC സീരീസ് സർക്യൂട്ട് ആണെങ്കിലും പാരലൽ സർക്യൂട്ട് ആണെങ്കിലും പവർ ഫാക്ടർ യൂണിറ്റി ആണ്. ഓർമ്മയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അത് യൂണിറ്റി പവർ ഫാക്ടർ വരുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് സീരീസ് റെസൊണൻസ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സീരീസ് സർക്യൂട്ട് ഉണ്ട് ലൈക്ക് ദിസ്. അതുപോലെ പാരലൽ സർക്യൂട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ സാധാരണ ഇങ്ങനെയാണ് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള പാരലൽ റെസൊണൻസ് സർക്യൂട്ട് നമ്മൾ വരയ്ക്കാറുള്ളത്. പാരലൽ സർക്യൂട്ട് വിത്ത് റെസൊണൻസ് അല്ല, ഇവിടെ ഒരു കറണ്ട് സോഴ്സ് കാണും, ഇവിടെ നമുക്കുള്ളത് വോൾട്ടേജ് സോഴ്സ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് നമ്മൾ റെസൊണൻസ് സർക്യൂട്ടുകൾ സീരീസ് ആണെങ്കിലും പാരലൽ ആണെങ്കിലും റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് റെസൊണൻസ് കണ്ടീഷനിൽ അറ്റ് റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ കണ്ടീഷൻസ് നമുക്കൊന്ന് നോക്കാം. സീരീസ് റെസൊണൻസ് ആണെങ്കിൽ അവിടെ ഇമ്പിഡൻസ് ഷുഡ് ബി പ്യൂർലി റെസിസ്റ്റീവ്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട് Z=R എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് സീരീസ് റെസൊണൻസിൽ നമുക്ക് വരുന്നത്. സോ ഇമ്പിഡൻസ് ഷുഡ് ബി പ്യൂർലി റെസിസ്റ്റീവ്, ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഫോർ സീരീസ് റെസൊണൻസ്. സാധാരണ നമ്മൾ Z=R ± jx എന്നാണ് എഴുതാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഇവിടെ പ്യൂർലി റെസിസ്റ്റീവ് ആണെങ്കിൽ നമ്മുടെ ഇമാജിനറി പാർട്ട് എന്തായിരിക്കണം? 0 ആയിരിക്കണം എന്നുള്ളതാണ്. സെയിം കണ്ടീഷനാണ് നമുക്ക് പാരലിലേക്ക് വരുമ്പോൾ കിട്ടുന്നത്. പാരലൽ റെസൊണൻസ് ആണെങ്കിൽ ഇമ്പിഡൻസിന് പകരം നമുക്ക് അഡ്മിറ്റൻസ് ആണ് വരുന്നത്. ദിസ് അഡ്മിറ്റൻസ് ഷുഡ് ബി പ്യൂർലി കണ്ടക്റ്റീവ്. അഡ്മിറ്റൻസ് ഷുഡ് ബി പ്യൂർലി റെസിസ്റ്റീവിന് പകരം അത് കണ്ടക്റ്റീവ് ആയിരിക്കണം. ദാറ്റ്സ് ഓൾ അബൌട്ട് പാരലൽ റെസൊണൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ Z=R ± jx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്നത് അഡ്മിറ്റൻസിൻ്റെ ഇക്വേഷൻ Y = G ± jB എന്നുള്ളതാണ് അല്ലേ. Y ഈസ് ദി അഡ്മിറ്റൻസ് ആണ്. അപ്പോൾ അത് പ്യൂർലി കണ്ടക്റ്റീവ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇമാജിനറി പാർട്ട് എന്തായിരിക്കണം? അത് 0 ആയിരിക്കണം. ഇത്രയാണ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കറിയാം നമ്മൾ സാധാരണ ഇമ്പിഡൻസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ അഡ്മിറ്റൻസ് ട്രയാങ്കിൾ വരയ്ക്കാറുണ്ട്. ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ വി ഹാവ് Z അല്ലെ ലൈക്ക് ദിസ്. ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ വി ഹാവ് Z ഇവിടെ അല്ല വരുന്നത്, ഇവിടെ R, ദിസ് ഈസ് R, അതുപോലെ റിയാക്റ്റൻസ് X, ദെൻ അതിൻ്റെ വെക്റ്റർ സം എന്ന് പറയുന്ന ഇമ്പിഡൻസ് Z, ദിസ് ഈസ് അവർ phi, ദാറ്റ് ഈസ് ദി പവർ ഫാക്ടർ ആംഗിൾ. അതാണ് ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അഡ്മിറ്റൻസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആറിന് പകരം റിയാക്റ്റൻസിന് പകരം നമുക്ക് B ഉണ്ട്, സസെപ്റ്റൻസ് ഉണ്ട്, ദെൻ വി ഹാവ് അഡ്മിറ്റൻസ് ദാറ്റ് ഈസ് Y. So Y is equal to G plus JB or plus or minus JB. We have a phi here also. സോ ഇവിടെ ഈ ജെ പാർട്ട് 0 ആവുക എന്നുള്ളതാണ് റെസൊണൻസ് കണ്ടീഷൻ. അതുപോലെ ഇവിടെയും ജെ പാർട്ട് 0 ആവുക എന്നുള്ളതാണ് റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ പവർ ഫാക്ടർ അറ്റ് റെസൊണൻസ് ഇൻ RLC പാരലൽ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഈ ജെ പാർട്ട് കംപ്ലീറ്റ് നമുക്ക് എന്താവണം? 0 ആവണം. ജെ പാർട്ട് 0 ആകുമ്പോൾ അവിടെ phi എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ 0 ആയിരിക്കും, അല്ലെങ്കിൽ Y = G എന്ന് വരും. For that we have to maintain phi, the power factor angle as 0. So the value cos phi is equal to cos 0, which is nothing but 1 ആയിരിക്കും. അപ്പോൾ ഓർത്ത് വെക്കുക, സീരീസ് റെസൊണൻസ് ആണെങ്കിലും പാരലൽ റെസൊണൻസ് ആണെങ്കിലും നമ്മുടെ പവർ ഫാക്ടർ ആംഗിൾ വരുന്നത് 0 ഡിഗ്രി ആണ്. അതിൻ്റെ പവർ ഫാക്ടർ വരുന്നത് യൂണിറ്റി ആയിരിക്കും. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അടുത്ത ഡയറക്റ്റ് ചോദ്യം, യൂണിറ്റ് ഓഫ് മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ് ഈസ്. നമുക്ക് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ട്, അതുപോലെ മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ് ഉണ്ട്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. EMF ആണെങ്കിൽ, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണെങ്കിൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വോൾട്ടേജ് ആണ്. ദ യൂണിറ്റ് ഈസ് വോൾട്ട് അല്ലേ.
MMF ആണെങ്കിലോ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒരു റിലേഷൻ ഉണ്ട്. വി ഹാവ് N into I, where N is the number of turns of the coil and I is the current through that coil. സോ എന്തായിരിക്കും യൂണിറ്റ് N into I എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടേൺസ്, അതേപോലെ ആംബിയർ. സോ ദ ആൻസർ വിൽ ബി ആംബിയർ ടേൺസ് എന്നുള്ളതാണ്, ആംബിയർ ടേൺസ്. അപ്പോൾ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ ഒരു ബേസിക് റിലേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ, ആംബിയർ ടേൺസ്. അടുത്തൊരു ചോദ്യം വരുന്നത് റിപ്പിൾ ഫാക്ടർ ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ ഓഫ് എ 50 ഹെർട്സ് സിനുസോയിഡൽ AC സപ്ലൈ ഈസ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു AC സപ്ലൈ ഉണ്ട്, ഹാഫ് വേവ് റെക്ടിഫയർ ആണത്. സോ ഹാഫ് വേവ് റെക്ടിഫൈഡ് AC ആണ്. നമുക്കറിയാം നമുക്കൊരു സിനുസോയിഡൽ സപ്ലൈ ഉണ്ട്, ദിസ് ഈസ് എ സൈൻ വേവ്. അതിൻ്റെ ഹാഫ് വേവ് റെക്ടിഫൈഡ് സർക്യൂട്ട് അല്ലെങ്കിൽ സിഗ്നൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഹാഫ് വേവ് റെക്ടിഫയർ വരുന്നത് ലൈക്ക് ദിസ് ആയിരിക്കും. സോ ഇതിൻ്റെ റിപ്പിൾ ഫാക്ടറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ആക്ച്വലി റിപ്പിൾ ഫാക്ടർ? റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ RMS വാല്യൂ ഓഫ് AC കമ്പോണൻറ്റ് ഓഫ് ദി ഔട്ട്പുട്ട്. RMS വാല്യൂ ഓഫ് AC കമ്പോണൻറ്റ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ദി ആവറേജ് അല്ലെങ്കിൽ DC വാല്യൂ, ആവറേജ് വാല്യൂ ഓർ DC വാല്യൂ. ദാറ്റ് ഈസ് കോൾഡ് റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് എത്ര പെർസെൻറ്റേജ് ഔട്ട്പുട്ടിൽ എത്ര പെർസെൻറ്റേജ് AC ഉണ്ട് എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് AC കമ്പോണൻറ്റ് ഇൻ ദി റെക്ടിഫൈഡ് ഔട്ട്പുട്ട് എന്നുള്ളതാണ് നമുക്ക് റിപ്പിൾ ഫാക്ടർ കൊണ്ട് അവിടെ മീൻ ചെയ്യുന്നത്, ആക്ച്വലി മീൻ ചെയ്യുന്നത്. സോ ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് നമുക്കത് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. നമ്മൾ ആ ഒരു ഫോർമുല ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ഫൈനൽ വാല്യൂ നമ്മൾ ഓർത്ത് വെച്ചാലും നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. റിപ്പിൾ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റൂട്ട് ഓഫ് ഫോം ഫാക്ടർ സ്ക്വയർ -1 എന്നുള്ളതാണ്. ഫോം ഫാക്ടർ ഓൾറെഡി നമുക്കറിയാം RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ അല്ലേ. ഫോം ഫാക്ടർ ഈസ് നത്തിങ് ബട്ട് RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ, I ആവറേജ് ഓർ IDC വാല്യൂ. എന്താണ് RMS വാല്യൂ? IM/2 ആണ്. ഫോർ ഹാഫ് വേവ് റെക്ടിഫയർ ഇറ്റ് ഈസ് IM/2 ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് IM ഡിവൈഡഡ് ബൈ പൈ. ഇതൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന വാല്യൂസാണ്. മാക്സിമം നമ്മൾ ഇത്തരം വാല്യൂസൊക്കെ എന്ത് ചെയ്യുക, ഓരോ ആവശ്യമുള്ള സൈൻ വേവ് ആണെങ്കിലും ഹാഫ് വേവ് റെക്ടിഫൈഡ് വേവ് ആണെങ്കിലും ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിലും ഒക്കെ ശരി, നമുക്ക് ആ ടാബിൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമുക്ക് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ π/2 എന്നാണ് ഫോം ഫാക്ടർ കിട്ടുക. സോ ഇതിൻ്റെ ഒരു ആൻസർ വരുമ്പോൾ റൂട്ട് ഓഫ് π/2 ദി ഹോൾ സ്ക്വയർ -1. സോ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഡയറക്റ്റ് നമുക്ക് എഴുതാം 1.21 ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ റൂട്ട് ഓഫ് π/2 സ്ക്വയർ -1 എന്നുള്ള വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓപ്ഷനിൽ ആ രൂപത്തിൽ വരികയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ആൻസർ ചെയ്യാൻ പറ്റണം. നമുക്ക് വളരെ പെട്ടെന്ന് ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധ്യമല്ല, അത് ഇമ്പോസിബിൾ ആണ്. സോ 1.21 എന്നുള്ള ഒരു വാല്യൂ അറ്റ്ലീസ്റ്റ് നമ്മൾ ഓർത്ത് വെക്കണം. ദാറ്റ് ഈസ് ദ റിപ്പിൾ ഫാക്ടർ ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫൈഡ് AC എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. സോ ഓപ്ഷൻ C ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത്. സോ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു സെഷനിൽ കാണുമ്പോഴേക്കും ബൈ.